ഹലോ, വെൽക്കം ബാക്ക് ടു യത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് സാധാരണമായിട്ട് വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടേ ഒരു കുഞ്ഞു തോരനൊക്കെ ഉണ്ടാക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ആരാന്നല്ലേ, നമ്മുടെ വാഴക്കൂമ്പ് പൊതുവായിട്ട് എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ്. നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുമ്പോൾ വെട്ടിക്കളഞ്ഞേരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും വലിയ താല്പര്യവും കൂടി ഇല്ലാത്ത സാധനമാണ്. പക്ഷേ മാർക്കറ്റുകളിലൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ ഈ സാധനത്തിന്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലേ. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാട് ഉള്ളതാണ്. അതുപോലെ എന്താ പറയുക, ക്യാൻസറിനെ പ്രതിരോധിക്കാനും ആങ്സൈറ്റിയൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് നമ്മുടെ വാഴക്കൂമ്പ് കേട്ടോ. ഇവിടെ കിട്ടിയപ്പോഴത്തേക്കും ഇത്തിരി ഒരു പഴകിയതൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വെറുതെ കളയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ പിന്നെ അതിനെ ഒന്ന് തോരൻ വെച്ചേക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പരുവത്തിലായിട്ട് കൊത്തി എരിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് എടുക്കുന്നത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ആ പുറത്തെ ഭാഗം മാത്രം കുറേ അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു എന്നുള്ളതുള്ളൂ. സോ ഇപ്പോൾ ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് അതിൻ്റെ പുറഭാഗം ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്നതാകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നിപ്പയൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കണം എന്നൊക്കെ പറയും. അത് സാരമില്ല, പോട്ടെ അല്ലേ. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ഇതിൻ്റെ അകത്തെ എടുത്ത് കളയാറുണ്ട്. ഞാനതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പരുവത്തിലായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കറയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുത്തോളുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ വാഴക്കൂമ്പ് ഒന്ന് നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരത്തിനൊന്ന് വെക്കാം. എന്ന് വെച്ചാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നും അല്ല കേട്ടോ. നമ്മൾ ആ തേങ്ങയൊക്കെ നമ്മൾ ചിരകി എടുക്കണമല്ലോ, ആ ഒരു സമയം നമുക്ക് അവിടെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്കൊക്കെ ഒരു വ്യത്യാസം വരും. എന്നാന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ പിടിക്കും. അത് തന്നെയല്ല, നമ്മൾ പാത്രത്തിലൊക്കെ ആണെങ്കിലും അതിങ്ങനെ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മൾ ഇത് മാത്രമല്ല തോരൻ വെക്കുന്നത്, നമുക്കതിലേക്ക് കുറച്ച് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വൻപയർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. വൻപയറിന് എല്ലാവരും ഒരു പ്രത്യേക സ്വാദാണല്ലോ. അപ്പോൾ വൻപയർ എൻ്റെ കയ്യിലിരുന്നത് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെറുപയറാണ് എടുത്തിട്ടിരിക്കുന്നത്. അതിനെ കുറച്ച് നേരം വെള്ളത്തിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സ്വല്പം എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊന്ന് കഴുകി നമുക്കൊരു കുക്കറിലേക്ക് ആക്കി ഒരു 2 ബിസിൽ മതിയാവും അടുപ്പിച്ച് നമുക്കൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. പിന്നെ ഒരു കാര്യമേ, ഇതിനൊക്കെ ഇച്ചിരി തേങ്ങ കൂടുതലിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പിന്നെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ സവോളയെന്നും പറയാൻ പറ്റില്ലാത്ത ഒരു തരം ഉള്ളിയാണ് എൻ്റെ കയ്യിലിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൂട്ട് ഒരു ചെറുതെടുത്ത് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 മുളക് എടുത്തിട്ടുണ്ട്. കൊമ്പമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ജീരകം വേണമെങ്കിൽ അരയ്ക്കാൻ ചിലയിടത്തൊക്കെ അരയ്ക്കാറുണ്ട്. ഞാൻ എന്തായാലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മഞ്ഞപ്പൊടി കൂട്ടി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അരപ്പിനായിട്ട് ഞാൻ മഞ്ഞപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം, തേങ്ങ ഒതുക്കിയെടുക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ചുമ്മാ അതെല്ലാം കൂടെ ഒന്ന് ചതച്ച് ഇങ്ങെടുത്താൽ മതി. മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കറക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവേ. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ, സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്തോളുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ എണ്ണ കൂട്ടി തിരുമ്മിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ സ്വല്പം കടുക് പൊട്ടിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സ്വല്പം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ നമ്മൾ തേങ്ങ ചതച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല, അല്ലാതെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അരപ്പുണ്ടല്ലോ, തേങ്ങയുടെ അരപ്പ് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ, എന്ന് വെച്ചാൽ ഒത്തിരിയല്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തോളുക കേട്ടോ. ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും ഇനി നമ്മുടെ വാഴക്കൂമ്പ് എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിനെയും കൂടെ നമ്മുടെ തേങ്ങയ്ക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. ആ തേങ്ങയും നമ്മുടെ വാഴക്കൂമ്പിൻ്റെ മിക്സും കൂടെ എല്ലാം ഒന്ന് ഒരുമിച്ച് ആയി വരാൻ വേണ്ടിയിട്ടാണേ.
അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തോളുക. ഒന്ന് പറഞ്ഞോട്ടെ, ചെറുപയറിന് പകരം നമുക്ക് പരിപ്പും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വൻപയർ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്, പരിപ്പ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുപയറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്വല്പം വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട. ആ വെള്ളം അങ്ങ് നമ്മുടെ തോരൻ അങ്ങ് റെഡിയായി വരുന്ന സമയത്ത് വറ്റി അങ്ങ് പൊക്കോളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഒരുപാട് ഇടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വെള്ളം ഒത്തിരി കൂടിപ്പോയെങ്കിൽ ചെറുതായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കരിയാതെ ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നിനും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ നമുക്ക് അരപ്പ് അരയ്ക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വാഴക്കൂമ്പ് തിരുമ്മി വെക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ വേവിക്കുന്ന സമയത്തൊക്കെ കൊടുക്കാം. ഞാനിതൊന്നും ചെയ്തിട്ടില്ല, അവസാനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പിട്ട് കൊടുക്കാഞ്ഞത്. ഇപ്പോൾ ഏതായാലും നമ്മൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് തുറന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. പാതി വേവ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, കാരണം ചെറുപയർ വെന്തതാണ്. പിന്നെ പോയിട്ട് വാഴക്കൂമ്പ് ഇത്രയും നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാരണം അതും ഓൾറെഡി പകുതി മുക്കാലും വെന്തതാണ് കേട്ടോ. എന്നാലും എല്ലാം കൂടി ഒന്ന് ആ മേലെ കിടക്കുന്നതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു 4 മിനിറ്റ് കൂടെ മതിയാവും. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് മാക്സിമം, അത് കൂടുതൽ എൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ദാണ്ടേ നമ്മുടെ കറി ഒന്നുകൂടെയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേജാണ്, സെറ്റപ്പായിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് സാധാരണ നമ്മുടെ കടായിയുടെ ആ ചൂടിനിടുന്ന് വെന്താലും മതിയാവും. അതിൻ്റെ ആവശ്യമുള്ളൂ. തുറന്ന് തന്നെ വെക്കണം, കാരണം വെച്ചാൽ ആവിവെള്ളം വീഴാൻ പാടില്ല. അപ്പം ആവിവെള്ളം വീണിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ്. തേങ്ങയൊക്കെ കുറച്ചുകൂടെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ മതി കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.